ഹലോ, കാലേ വണക്കം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു അടദോശയ്ക്ക് അരയ്ക്കാം. ഇച്ചിരി നല്ല ഹൈ പ്രോട്ടീന്, ഫൈബറാണ്. നമ്മൾ ദിവസം ഈ ഇഡലിയും ദോശയും മാത്രമൊക്കെ അരയ്ക്കാതെ ഒരു വ്യത്യാസമായിട്ടൊരു സാധനം ഉണ്ടാക്കാം. അതിനൊരു സാമ്പാറോ ഒരു ചട്നിയോ, സാമ്പാറിനെക്കാട്ടും നല്ല ചട്നിയാണ്. പിന്നെ ഈ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഹൈ പ്രോട്ടീനാണ്, ഹൈ ഫൈബറാണ്. നമുക്ക് അരച്ച ഒരു 2 ദിവസം വെച്ചേക്കുകയും ചെയ്യും. ഡിന്നറിനും ഉണ്ടാക്കാം. അതിനെ പരിപ്പ് ദോശ എന്നും പറയും, അടദോശ എന്നും പറയും. എനിക്ക് തോന്നുന്നത് അത് കൂടുതലും തമിഴ്നാട്ടിലെ പലഹാരമാണെന്ന്. പക്ഷേങ്കിൽ എന്തായാലും നല്ല ഇച്ചിരി തിക്കാണ്, നല്ല ഹെവിയാണ്. കഴിച്ചാലും ഒന്ന് വയറിനകത്തൊരു ഇച്ചിരി നേരം കിടക്കും, നല്ലതുമാണ്. നമുക്കൊന്ന് അരച്ച് വെക്കുന്നുള്ള ബുദ്ധിമുട്ടുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും നമുക്ക് വന്ന് അരയ്ക്കാം. ഒരു പ്രാവശ്യം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബായോ. ഇതാണ് നമ്മുടെ അടദോശ. അതിന് തേങ്ങാ ചട്നിയാണ് കൂട്ടാൻ, നല്ല കോമ്പിനേഷനാണ്. അതിന് ഞാൻ നമ്മുടെ പുഴുക്കലരി ഇല്ലേ, ഇഡ്ഡലി അരി അല്ലെങ്കിൽ പുഴുക്കലരി അല്ലെങ്കിൽ കാരരിശി, അത് 1 കപ്പ് 2 കപ്പ് എടുത്ത്, ഈ കപ്പിന് 2 കപ്പ് എല്ലാം. അപ്പോൾ ഒരേ ഇതിനകത്ത് മെഷർമെൻറ്റ് എടുക്കണം. 2 കപ്പ് പുഴുക്കലരി നല്ലതായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക. ഇതൊരു 4 മണിക്കൂർ, മിനിമം 4 മണിക്കൂർ കുതിരണം. അത് അവിടെ നിന്ന് കുതിരട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അതേ കപ്പിൽ ഒരു 3/4 കപ്പ് തുവരം പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, കടലപ്പരിപ്പ്, അത് 2 3/4 കപ്പ് കടലപ്പരിപ്പ്, 3/4 കപ്പ് നമ്മൾ 2 കപ്പ് അരി എടുത്ത്, 2 കപ്പ് അരി എടുത്ത്, അപ്പോൾ 3/4 കപ്പ് ഈ 2 പരിപ്പ്, ഒരു 1/2 കപ്പ് പച്ചപ്പയറിൻ്റെ പരിപ്പ്, നമ്മൾ പായസം വെക്കുന്ന പരിപ്പ്, ഒരു 1/2 കപ്പ് ഉഴുന്നും 1/2 കപ്പ്, മറ്റേത് 2 3/4 കപ്പ്, ഇതൊക്കെ 1/2 കപ്പ്. ഇത് നമുക്ക് കഴുകിയിട്ട് കുതിരാൻ വെക്കാം. അരി 4 മണിക്കൂറായി, ഇതൊരു 2 മണിക്കൂർ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അരി 4 മണിക്കൂർ, ഇതൊരു 2 മണിക്കൂർ കുതിർത്താൽ മതി. അരി നമ്മുടെ പുഴുങ്ങലരി ആയതുകൊണ്ട് ഒത്തിരി കുതിരണം. ഇത് വെച്ചു. ഇത് നല്ലതായിട്ട് കഴിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 4 മുളക്, നമ്മുടെ കടുക് വറുക്കുന്ന മുളകില്ലേ, ആ മുളക് ഒരു 4 എണ്ണം, പെരുംജീരകം, സോമ്പ്, നമ്മുടെ പെരുംജീരകം അത് 1 സ്പൂണ്, സാധാരണ ജീരകം ഒരു 1/2 സ്പൂണ്, കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, ഇതിങ്ങനെ അങ്ങ് ഇട്ടാൽ മതി അരയ്ക്കാനാണ്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി, അത് തൊലി കളഞ്ഞിട്ട് ആ വെളുത്തുള്ളി ഇടാം. ഇതെല്ലാം കൂടെ അരയ്ക്കാനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ കിടന്ന് കുതിരട്ടെ. ഇത് ഒരു 2 മണിക്കൂർ കുതിരണം, അരി 4 മണിക്കൂർ കുതിരണം. അങ്ങനെ വെച്ചേക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് ഇതിനകത്ത് ഉലുവായും കൊണ്ടിടണം. അതിനകത്ത് 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ഉലുവായും കൂടെ കുതിരാൻ വെച്ചിട്ട് അങ്ങനെ കുതിരട്ടെ ഒരു 4 മണിക്കൂർ. ഇത് 2 മണിക്കൂർ, അരി 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വന്നെടുത്ത് അരയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറായി. അരി നമുക്ക് ഗ്രൈൻഡറിലെടുത്തിട്ട് അരയ്ക്കാം. എനിക്ക് ഗ്രൈൻഡറൊന്നും എടുക്കാൻ വയ്യ, എന്തെങ്കിലും മിക്സിക്കകത്തില്ല. ഗ്രൈൻഡറിനകത്തൊന്നും അരയ്ക്കാം, പക്ഷേ തനി അരയ്ക്കണം, ഒന്നിച്ചരയ്ക്കരുത്. അരി തന്നെ ഇത്ര അരച്ചാൽ മതി. ഒത്തിരി അങ്ങ് നൈസായിട്ട് ദോശമാവ് പോലൊന്നും വേണ്ട. ഒരിച്ചിരി ഒരു പരുവരപ്പ് വേണം, ഒരിച്ചിരി തരി വേണം. ഒത്തിരി അങ്ങ് നൈസായിട്ട് വേണ്ട. നമുക്ക് അതിനകത്ത് തന്നെ ഈ ഇതെല്ലാം കൂടെ കുതിർത്ത്, പരിപ്പും എല്ലാം കൂടെ കുതിർത്ത് അത് വരയ്ക്കാം. അപ്പോൾ തന്നെ അരയ്ക്കണം, ഒന്നും ചരക്കില്ല. പരിപ്പെല്ലാം കൂടെ തന്നെ, അരി തന്നെ അരിക്കണം. അതുകൊണ്ട് ഞാൻ ഗ്രൈൻഡർ എടുക്കാത്തത്. അത് നമ്മൾ അരച്ച് വാരി, അത് ഒരുമാതിരി നല്ലതായിട്ട് അങ്ങ് പദം പോലെ അരിഞ്ഞില്ല, അത് അരച്ച് വാരി നമുക്ക് ഈ വെള്ളം എല്ലാം കൂടെ കഴുകി, ഈ കുതിർത്ത വെള്ളവും ഈ വെള്ളം എല്ലാം കൂടെ കഴുകി മിക്സി കഴുകിയെടുക്കാം. ആ വെള്ളത്തിൽ കുതിർത്തായത് ജീരകം എല്ലാം കിടപ്പുണ്ടെങ്കിൽ അത് കഴുകി മിക്സി ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അതെല്ലാം കൂടെ അരയും വെള്ളമാവും. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. അതിൻ്റെ മേലെ ശകലം കായം, നമ്മുടെ പെരുങ്കായപ്പൊടി ഇല്ല, സാമ്പാർ ഇടുന്ന ഇച്ചിരി കായം, ഒരു സ്പൂണ് കായം, ഒരിച്ചിരി മഞ്ഞപ്പൊടിയും കൂടിട്ട്. അപ്പോൾ ഉള്ള ലൊട്ടിലൊടുക്കുകളെല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ലൊട്ടിലൊടുക്കെല്ലാം കൂടെ ചേർന്ന് നമുക്കത് അങ്ങനെ ഇളക്കി വെച്ചേക്കാം. ആ മിക്സി കഴുകിയ വെള്ളം കൂടെ എടുത്ത് അങ്ങനെ അത് ഇളക്കി വെക്കാം. ഇളക്കി വെച്ചാൽ ഇത് പുളിക്കണമെന്നൊന്നുമില്ല, പുളിച്ചില്ലെങ്കിലും ഉണ്ടാക്കാം. ഒത്തിരി നേരം ഒന്നും പുളിക്കണമല്ലോ, അരച്ച അപ്പം തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാലും നമുക്ക് 2 മണിക്കൂർ വെച്ചേക്കാം. മറ്റേ ദോശ പോലും പുളിക്കണമെന്നില്ല. മാവ് തന്നെ ഇങ്ങനെ ആയിരിക്കണം, ഒത്തിരി വെള്ളമാകല്ല, ഒത്തിരി തിക്കും ആകല്ല. ഒരു ഇഡലിയുടെയും ദോശയുടെയും ഇടയ്ക്കത്തെ മാവ്, ആ തിക്കായിട്ട് അങ്ങനെ ഇരിക്കണം മാവ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി, സവാളയെക്കാട്ടും നല്ല ചെറിയ ഉള്ളി, സവാള ഇട്ടാലും കുഴപ്പമില്ല, കുറച്ചുള്ളി
ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ മേലെ ഇടാം. കുറച്ച് കരിയാപ്പലയും അരിഞ്ഞിടാം. മല്ലിയില ഉണ്ടെങ്കിലും നല്ലതാണ്, മല്ലിയില ഇടാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഈ ഉള്ളിയും കരിയാപ്പലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഇളക്കുക. മല്ലിയില ഉള്ളപ്പോൾ ഇച്ചിരി മല്ലിയില ഇടാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. ചെറിയുള്ളിയാണ് നല്ലത്. ചെറിയുള്ളി എത്രയും പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള അന്നേരം ഇടാം. അതും ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ്, ഇന്നലെ മാവ് അരയ്ക്കുമ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു, ഇച്ചിരി ഉപ്പ് ഇട്ട് ഇളക്കി നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന മാതിരി ദോശക്കല്ല് വെച്ചു, ചൂടായി, കുറച്ച് എണ്ണ നല്ലതായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഒരു 1.5 തവി മാവ് കോരി ഒഴിച്ച് ഇളക്കി, മാവ് കോരി ഒഴിച്ച് ഇളക്കിയിട്ട് നല്ലതായിട്ട് അങ്ങ് പരത്താം. ഒത്തിരി അങ്ങ് കനം കുറയരുത്, നമ്മുടെ പേപ്പർ ദോശ പോലെ ആവരുത്. വേണമെങ്കിൽ ഒരു ശകല എണ്ണ അതിൻ്റെ സൈഡിൽ കൂടെ, അതെപ്പോഴും എല്ലാത്തിനും വേണ്ട, വല്ലപ്പോഴും ഒരു ശകല ദോശക്കല്ലങ്ങ് ഫ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിച്ചു, അത് തിരിച്ചിട്ടു, തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും എടുത്ത്, ഇത് പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് വേകണം. പരിപ്പൊക്കെ അകത്തില്ലേ, അതുകൊണ്ട് ഇച്ചിരി നല്ലതായിട്ട് മുരിഞ്ഞെടുക്കണം. പരിപ്പൊക്കെ നല്ലതായിട്ട് വേകല്ലേ. അതേമാതിരി അടുത്തത് ഒഴിച്ചു, ഇച്ചിരി എണ്ണ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ദോശ ഉണ്ടാക്കുന്നവർ, പക്ഷേ ഇച്ചിരി കനത്തി വേണം. ദോശ പോലെ അങ്ങ് പരത്തരുതെന്നേ ഉള്ളൂ. ഈ പരിപ്പെല്ലാം വേകണം. അതിനകത്ത് പരിപ്പുണ്ട്, ഉള്ളിയുണ്ട്, അതെല്ലാം നല്ലതായിട്ട് വേകുന്ന പോലെ മുരിച്ചെടുക്കണം. ഒരു മിനിറ്റിന് മേലെ ഇരിക്കണം ഒരു സൈഡ്. ഇത് ഞാൻ എണ്ണ സൈഡിൽ ഒഴിച്ചിട്ടില്ല, ഇതിലെണ്ണ ഒഴിച്ചില്ല, വല്ലപ്പോഴും എണ്ണ ഒഴിച്ചാൽ മതി. നമ്മളൊരു മുട്ട പൊരിക്കുന്ന സ്മെല്ലാണ് ഇതുണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ അടദോശയും ചട്നിയും റെഡിയായി. നല്ല ഹൈ പ്രോട്ടീനാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ലൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു.